ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഉള്ളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണ് പോക്കോൻ്റെയോ റെഡ്മിയുടെയോ ഷവോമിയുടെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 13 സ്റ്റൈൽ ഐക്കൺ ബാക്സോട് കൂടിയിട്ടുള്ള സ്റ്റൈൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എങ്ങനെ കൊണ്ടുവരാം. ഞാൻ എക്സാമ്പിളായിട്ട് എൻ്റെ പോക്കോ X3 ഞാൻ കണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണോ നമ്മുടെ പിക്സൽ ഡിവൈസുകളിൽ കാണാൻ സാധിക്കുന്ന അതേ രീതിയിലുള്ള വാൾപേപ്പറും ഹോം സ്ക്രീനും ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. ഇതിനു വേണ്ടി സെപ്പറേറ്റ് OSO കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 4-5 സ്റ്റെപ്പുകൾ മാത്രം ചെയ്താൽ മതി. ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുനോക്കാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണും ഈ കാണുന്ന ലോക്ക് സ്ക്രീനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹോം സ്ക്രീനും അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക് സ്ക്രീനും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം തന്നെ, നമ്മുടെ 30,000 സബ്സ്ക്രൈബർ ആവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വേഗം തന്നെ 30,000 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനായിട്ട് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ തീം സ്റ്റോറിൽ പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 തീമുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ തീമിൻ്റെ പേരെന്നുണ്ടെങ്കിൽ യു തീം എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന തീമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ പുറത്തേക്ക് വന്നിട്ട് വേറൊരു തീം കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫൈനൽ ഓപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനൽ ഓപ്സ് 13 ഫൈനൽ എഴുതിയിട്ട് അപ്പസ്ട്രോഫി ഒരു ഡാഷ് ഇട്ടിട്ട് OPS 13 എഴുതിയിട്ടുള്ള ഒരു നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് രണ്ടും ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ ഈ യു തീം എന്ന് പറയുന്ന തീം ജസ്റ്റ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹോം സ്ക്രീൻ ഈ ടൈപ്പായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് സ്ക്രീൻ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പിക്സലിൻ്റെ തന്നെ ലോക്ക് സ്ക്രീൻ ഇഫക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീമിൽ ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കസ്റ്റമൈസ് തീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം ലോക്ക് സ്ക്രീനിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാമതായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫൈനൽ ഓപ്സ് എന്ന് പറയുന്ന 13 എന്ന് പറയുന്ന തീം അപ്ലൈ ചെയ്യുക. ഈ തീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ടോട്ടലി ഒരു ആൻഡ്രോയിഡ് 13 അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്സൽ 7 വരുന്ന ലുക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ തീം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.